ശബരിമല വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്ന് ചോദിക്കുന്നു, അവിടെ ഇനി എന്തെങ്കിലും സ്വർണം ബാക്കിയുണ്ടോ? കേൾക്കുമ്പോൾ നെഞ്ചിൽ തീകോരിയിടുന്ന ഈ ചോദ്യം ഒരു സർക്കാരിന് നേരെയാണ്. പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ ശബരിമലയിലെ സ്വർണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? വിഗ്രഹത്തിലും വാതിലിലും സോപാനത്തിലും ചാർത്താൻ ഭക്തർ നൽകിയ സ്വർണം ഭരണകൂടത്തിന്റെ തണലിൽ ആരെല്ലാമാണ് പങ്കിട്ടെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നു. മംഗൾയാൻ ശാസ്ത്രജ്ഞൻ മുതൽ ഉന്നതരായ തന്ത്രിമാർ വരെ ഈ കേസിൽ വലയ്ക്കപ്പെടുന്നത് വെറുമൊരു യാദൃശികതയാണോ, അതോ വലിയൊരു സ്രാവിലേക്ക് എത്താതിരിക്കാൻ സൃഷ്ടിച്ച ഒരു പുകമറയാണോ? ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ തുടർന്നാൽ ശബരിമല മാത്രമല്ല, കേരളത്തിലെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളും ഈ കൊള്ള സംഘം വിഴുങ്ങിയിരിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഓരോ അണുവകകളും, സുപ്രീം കോടതിയുടെ ചാട്ടുളി പോലെയുള്ള വിമർശനങ്ങളും, പിണറായി സർക്കാരിന്റെ ഒത്തുകളികളും തുറന്നുകാട്ടുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെറുമൊരു വാർത്തയല്ല, ഹൈന്ദവ വിശ്വാസത്തിന് നേരെ നടക്കുന്ന ആസൂത്രിത അധിനിവേശത്തിന്റെ നേർചിത്രമാണ്. ഇന്ത്യയിലെ കോടതികൾ സാധാരണയായി വളരെ മിതത്വത്തോടെയും നിയമപരമായ പരിധിക്കുള്ളിൽ നിന്നുമാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ആ ലക്ഷ്മണ രേഖ മറികടക്കേണ്ടി വന്നു. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് കേരള സർക്കാരിന്റെ മുഖത്തടിക്കുന്ന പോലെയുള്ള ആ ചോദ്യം ചോദിക്കുന്നത്, അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ ഒരു ചോദ്യം മതി പിണറായി സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ഭരണത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം തകർന്നു എന്ന് മനസ്സിലാക്കാൻ. നേരത്തെയും കോടതി ചോദിച്ചതാണ്, നിങ്ങൾ ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ എന്ന്. ഒരു മതേതര സർക്കാരിന്റെ കീഴിൽ ക്ഷേത്രങ്ങൾ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ശബരിമലയിലെ സ്വർണം പുനർനിർമ്മാണത്തിന്റെ പേരിൽ മാറ്റിയപ്പോൾ അതിൽ വലിയ തോതിൽ കുറവ് വന്നുവെന്നും ഗുണനിലവാരമില്ലാത്ത ലോഹങ്ങൾ ഉപയോഗിച്ച് സ്വർണം കടത്തിയെന്നുമുള്ള പരാതികൾ കാലങ്ങളായി ഉയരുന്നുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ഭക്തിയല്ല മതം എന്ന് പ്രസംഗിച്ച സർക്കാർ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ മറുപടിയില്ലാതെ ഉടലുകയാണ്. കോടതിയുടെ ഈ പരാമർശം വെറുമൊരു തമാശയല്ല, മറിച്ച് ഭരണകൂടം ക്ഷേത്ര സ്വത്ത് ദുരുപയോഗം ചെയ്യുന്നു എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ്. ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പങ്കജ് ഭണ്ഡാരി എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം കേട്ടാൽ ആരും അന്തം വിട്ടു പോകും. വെറുമൊരു സാധാരണ ബിസിനസ്സുകാരനല്ല ഇദ്ദേഹം. ISROയുടെ അഭിമാന പദ്ധതികളായ മംഗൾയാൻ, ചന്ദ്രയാൻ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്നാണ് ഇദ്ദേഹത്തിനെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. നാനോടെക് ഗോൾഡൻ ഡെപ്പോസിഷൻ എന്ന അതിനൂതന സാങ്കേതിക വിദ്യയിൽ വിദഗ്ധനാണ് പങ്കജ് ഭണ്ഡാരി. അതായത് വളരെ കുറഞ്ഞ അളവിൽ സ്വർണം ഉപയോഗിച്ച് കൂടുതൽ തിളക്കവും ഈടുമുള്ള രീതിയിൽ ലോഹങ്ങളിൽ സ്വർണം പൂശുന്ന വിദ്യ. ഇദ്ദേഹം കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തയ്യിൽ മഹാദേവ ക്ഷേത്രത്തിലടക്കം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ എത്തിയപ്പോൾ ഈ സാങ്കേതിക വിദ്യ വിവാദത്തിലായത്? മംഗൾയാനിലും ചന്ദ്രയാനിലും തൊട്ട കൈകൾ എന്തിന് ശബരിമലയിലെ സ്വർണത്തിൽ കറ പുരണ്ടു? ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ റോൾ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത്രയും സെൻസിറ്റീവ് ആയ ഒരു പ്രവൃത്തിക്ക് കരാർ നൽകുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായ ഓഡിറ്റിംഗ് ഒന്നും നടന്നില്ല? ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ലഭിച്ച വിശ്വാസ്യതയെ സ്വർണ്ണക്കൊള്ളയ്ക്കായി ആരെങ്കിലും ഉപയോഗിച്ചതാണോ? 20/7/2019 18/5/2019 നടന്ന മഹസറുകളിൽ കാണിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവിൽ വന്ന ആ ഒരു തിരിമറിക്ക് ആർക്ക് വേണ്ടിയായിരുന്നു? ശബരിമലയിലെ മുഖ്യ പൂജാരിയായി തന്ത്രി കണ്ഠർ രാജീവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് കേരളത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ 13ാം പ്രതിയും ദ്വാരപാലക കേസിൽ 16ാം പ്രതിയുമാണ് അദ്ദേഹം. റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് തന്ത്രിക്ക് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുമാണ്. എന്നാൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങൾ സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയാണ്. ക്ഷേത്രത്തിലെ സിവിൽ ജോലികൾ, സ്വർണം പൂശൽ എന്നിവ ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. പൂജകളിൽ മാത്രം അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ ഈ കേസിൽ പ്രതിയാക്കാൻ സാധിക്കും? ഇവിടെയാണ് യഥാർത്ഥ ഗൂഢാലോചന. ക്ഷേത്രത്തിലെ അഴിമതി പുറത്തു വരുമ്പോൾ ആത്മീയ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി വിശ്വാസികളെ തമ്മിലടുപ്പിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണിതെന്ന് പലരും ആരോപിക്കുന്നു. തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 2019 മഹസറുകളിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല. ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ഇടപാടുകളെ കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണ്. എന്നിട്ടും അദ്ദേഹത്തെ ജയിലിലടച്ചത് ആരെ സംരക്ഷിക്കാനാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സകല സംഭവങ്ങളും. യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഭക്തരെ ലാത്തികൊണ്ട് നേരിട്ട ഈ സർക്കാർ ഇപ്പോൾ സ്വർണത്തിന്റെ പേരിൽ ക്ഷേത്രത്തെ തന്നെ കൊള്ളയടിക്കുകയാണ്. പമ്പയിലെ മണൽവാരൽ മുതൽ ശബരിമലയിലെ സ്വർണം പൂശൽ വരെ ഇതുവരെ നീളുന്ന അഴിമതിയുടെ ശൃംഖലയാണിത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയാണ് അയ്യപ്പന്റെ നടയിൽ വരുന്നത്. ഈ പണം എങ്ങോട്ട് പോകുന്നു? ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ പിൻവാതിൽ നിയമനം നടത്താനും പാർട്ടിക്കാരെ തിരികെ കയറ്റാനും ഭക്തരുടെ പണം ഉപയോഗിക്കുന്നു. ഇനിയും ഇവർ അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും?
ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വന്നെങ്കിൽ ഈ ഭരണം തുടർന്നാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം പോലും ബാക്കിയുണ്ടാകില്ല. ഹൈന്ദവ വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും സാമ്പത്തികമായി തകർക്കുക എന്ന ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ കേരളത്തിൽ മാത്രം സർക്കാർ പിടിമുറുക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ശബരിമല എന്നത് കേരളത്തിന്റെ മാത്രമല്ല, ഭാരതത്തിന്റെ മൊത്തം അഭിമാനമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഭക്തരെത്തുന്ന പുണ്യഭൂമിയാണത്. അവിടുത്തെ സ്വർണം കൊള്ളയടിക്കുന്നത് വെറും ഒരു മോഷണമല്ല, അത് ഭാരതത്തിന്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനും ആത്മീയ പൈതൃകം വീണ്ടെടുക്കാനും ശ്രമിക്കുമ്പോൾ കേരളത്തിൽ സർക്കാർ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒത്താശ ചെയ്യുന്നു. ഇത് ദേശീയ തലത്തിൽ ചർച്ചയാകേണ്ട വിഷയമാണ്. ശബരിമലയിലെ സ്വർണം കടത്താൻ കൂട്ടുനിന്ന ഉന്നതർ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണം. പങ്കജ് ഭണ്ഡാരിയെ പോലെയുള്ളവർക്ക് സ്വർണം പൂശാൻ അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ തന്ത്രിയെ കൊടുക്കാനായി ശ്രമിച്ചെങ്കിലും കോടതിയുടെ നിരീക്ഷണം സർക്കാരിന്റെ മുഖത്തേറ്റ അടി പോലെയാണ്. തെളിവില്ലാതെ തന്ത്രിയെ പ്രതിയാക്കാൻ ശ്രമിച്ചത് വഴി യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ കളമൊരുക്കുകയായിരുന്നു. ശബരിമലയിലെ വിശ്വാസികളെ, ഭക്തരെ, നമ്മൾ ഇനിയും മൗനം പാലിച്ചാൽ വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ നമുക്ക് മറുപടി ഉണ്ടാകില്ല. മണികണ്ഠന്റെ പൂങ്കാവനം കൊള്ളക്കാരുടെ താവളമാകാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ. പിണറായി സർക്കാരിന്റെ ഈ ക്രൂരമായ നയങ്ങൾക്കെതിരെ ഓരോ വീടുകളിലും എന്തായാലും പ്രതിഷേധം ഉയർന്നിരിക്കും. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണം. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണം. കാരണം കേരള പോലീസോ വിജിലൻസോ അന്വേഷിച്ചാൽ സത്യം ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ ഓരോ രൂപയുടെ കാണിക്കുകയും എവിടെയാണ് എത്തുന്നത്? അത് അയ്യപ്പന്റെ കാര്യങ്ങൾക്കാണോ, അതോ സ്മാർട്ട് ക്രിയേഷൻസിനെ പോലെയുള്ള കള്ള കമ്പനികളുടെ അക്കൗണ്ടിലേക്കാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു കൊള്ള മാത്രമല്ല, അത് വിശ്വാസവും അധികാരം തമ്മിലുള്ള യുദ്ധം കൂടിയാണ്. സുപ്രീം കോടതിയുടെ ചോദ്യം ഓരോ മലയാളിയും ഗൗരവത്തോടെ തന്നെ ഏറ്റെടുക്കണം. അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറയാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. പിണറായി സർക്കാരിന്റെ ക്ഷേത്രവിരുദ്ധ നയങ്ങളും കൊള്ളയും ഇനിയും തുടരാൻ അനുവദിക്കരുത്. ശബരിമലയെയും നമ്മുടെ പൈതൃകത്തെയും സംരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ നിന്നാൽ മാത്രമേ ഈ ഒരു സർക്കാർ പടിയിറങ്ങുള്ളൂ. ഭാരതത്തിന്റെ മണ്ണിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഇത്തരം അഴിമതിക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം, തുരത്തി ഓടിക്കണം. അപ്പോൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു താക്കീതാകട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.